പണ്ടൊക്കെ ചായപ്പീടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കഴിച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ ഒരു പക്കവട. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സഞ്ചി നിറച്ചും കിട്ടും. അപ്പൊ ഇന്ന് പണ്ടത്തെ ചായപ്പീടിയ സ്റ്റൈലിൽ നമുക്ക് ഈ ഒരു പക്കവട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇതെല്ലാം പൊടിയായി അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, നമ്മൾ വറുക്കാൻ എടുക്കുന്ന എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് കടലമാവ്, 1 കപ്പ് മൈദ, 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് സോഡാപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗരം മസാലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി തിക്കായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി ഒഴുകുന്ന രീതിയിലും ആവരുത്. എണ്ണയിലേക്ക് കോരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ മുറിഞ്ഞ് വീഴണം. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എല്ലാ വശവും ഒരുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ പണ്ട് ചായക്കടയിൽ നിന്ന് ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന് പകരം കപ്പ എടുക്കുകയാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ കപ്പ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ചൂടോടെ തന്നെ മാഷ് ചെയ്ത് വെക്കാം. ഇന്ന് ഞാൻ ചിക്കനും കൂടെ ചേർത്തിട്ടുള്ള കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വാടി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ പിച്ചി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് നിങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഒഴിവാക്കുക. കാരണം വെള്ളം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കപ്പ കൊണ്ടാവുമ്പോൾ നമുക്ക് വെള്ളമൊന്നും കൂടിപ്പോവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ സേവനാഴിയുടെ അടിഭാഗം നമുക്ക് ഊരിയെടുക്കാം. അതിലേക്ക് ഈ ഒരു കൂട്ട് നിറച്ച് വെച്ച ശേഷം ഇതുപോലെ പതിയെ തിരിച്ച് നമുക്ക് കട്ട്ലറ്റ് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ കട്ട്ലറ്റിൻ്റെ കനം നിങ്ങൾ എത്രത്തോളം ബാക്കിലോട്ട് ആ ഒരു സ്ക്രൂ തിരിക്കണോ അതിനനുസരിച്ചിരിക്കും കേട്ടോ. ഇനി ഇത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലറ്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റവ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. 1/4 കപ്പ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, ഒരു കോഴിമുട്ട, 1/4 കപ്പ് പാല്, 1/2 ടീസ്പൂൺ വെനില എസൻസ്, 1 ടീസ്പൂൺ തൈര് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ മാവ് നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് ട്രേയിലോട്ടാണ് കേട്ടോ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അവനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് നമ്മുടെ കേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി കേക്ക് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചായക്കൊപ്പൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അരക്കപ്പ് പാലിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയും കുറച്ച് വാനില എസൻസും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ ബട്ടർ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബോൾ നമുക്ക് 4 ഈക്വൽ പാർട്ടായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം ഓരോ പീസും നമുക്ക് വീണ്ടും ഇതുപോലെ ഉരുട്ടി ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയിട്ട് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണേലും കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയ്ക്ക് ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മണ്ടാസി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ മക്കൾ എന്നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കുന്നതാണ് കേട്ടോ ഈ ഒരു കുക്കീസ്. വെറും 3 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. പോരാതെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ 26 കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നല്ല പശു നെയ്യ് വേണം. അപ്പോൾ ഈ ഒരു നെയ്യിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ കുക്കീസിന് ഉണ്ടാകും. ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന നെയ്യ് വിസ്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ജാഗ്രി പൗഡർ 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ അധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരണം. ഇനി ഈ മാവിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് തട്ടി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ചൂടാറി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.